어디쯤 넌 있는지, 어디쯤 와 있는지, 다시 시작할 수 있는지. 상처 가득한 맘에 흐트러지는 꽃잎이 조각난 날아가네. 너를 향해 내가 왜 이런지 알 수는 있는지. 너무 부족하기만 하잖아 여전히. 이런 내 맘에도 널 갖고 싶어요. 천천히 내 창을 두드리는 사람, 어느새 난 너를 따라. 닿을 수 없다 해도 널 잡고 싶은 넌 내 바람. 꽃향기를 따른 끝에 망설이던 나를 보내. 너무 예뻐 조심스레 네 맘을 두드리는 내 사랑, 내 사랑. 모자랐던 나를 네가 채우네. 겨울 같던 내가 이젠 따뜻해. 아무 말 없이도 넌 나를 바꾸네. 너무 아득하던 네가 내 앞에 너라는 색으로도 물드네. 얼룩진 내 마음은 지워져가 서서히. 내 창을 두드리는 사람, 어느새 난 너를 따라. 닿을 수 없다 해도 널 잡고 싶은 넌 내 바람. 꽃향기를 따른 끝에 망설이던 나를 보내. 너무 예뻐 조심스레 네 맘을 두드리는 내 사랑, 내 사랑. 넌 내 사랑. It's only no, no, no. 조금씩 닮아져가는 거야. 이젠 내가 널 두드릴게. 넌 그저 열어주면 돼. 우리 이제 사랑하자 내 사랑, 내 사랑. You're my dream, you're my dream. You're my dream, you're my dream. Ay, yeah, ay. Yeah, 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 yeah. You're my dream, you're my dream. You're my dream, you're my dream. 넌 내 사랑, 넌 내 사랑.
സമർപ്പിക്കാം. മകനെ ഒരുക്കിയ മാതാപിതാക്കളെ, പ്രിയ സഹോദരനെ, അവനായി ഒരുക്കപ്പെട്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകളെ, അവരുടെ കുടുംബാംഗങ്ങളെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നല്ല ദേവനെ, ഞങ്ങളെല്ലാവരെയും നല്ലതാക്കി നിന്നെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. നല്ലതാക്കി നിന്നെ ഇഷ്ടത്തെ ചൊല്ലിടേണമേ. അന്ധകാരമാമീ ലോകയാത്രയിൽ ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. ബന്ധുവായിരുന്നു വഴി കാട്ടിടേണമേ. കാരുണ്യവാനും സർവശക്തനുമായ ദൈവമേ, ഈ പ്രഭാതത്തിൽ നിന്റെ ഭവനത്തിലായിരിക്കുവാനായിട്ട് നിന്റെ പ്രിയപ്പെട്ട മക്കളോടൊപ്പം പ്രാർത്ഥിപ്പാൻ ഇടയാക്കിയതിനാൽ നന്ദി പറയുന്നു. നാളിതുവരെ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ ഭവനത്തിൽ നൽകിയ എല്ലാ കൃപകളെയും നന്ദി പറയുകയാണ്. യേശുനാഥ, പ്രതിസന്ധിയുടെ ഈ കാലഘട്ടത്തെ അതിജീവിക്കുവാനും ഈ സന്തോഷവേള ഞങ്ങളുടെ ഭവനത്തിൽ ഒരുക്കി തന്നതിനാൽ നന്ദി പറയുന്നു. യേശുനാഥ, ഇന്ന് ഈ ഭവനത്തിൽ വിവാഹ ചടങ്ങുകൾ നടക്കുമ്പോൾ എല്ലാം അവിടുത്തെ കൃപയിൽ മനോഹരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തെ പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ ഭവനവുമായി ബന്ധപ്പെട്ട് വാങ്ങിപ്പോയവരെയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിൻ്റെ, ഇസാക്കിൻ്റെ, യാക്കോബിൻ്റെ പടിയിൽ അവരെ സമർപ്പിക്കണമേ. അവരിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. ഈ ഭവനത്തിലെ പപ്പയും അമ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ അധ്വാനങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരാനെ ഇന്ന് ഈ ഭവനത്തിൽ നൽകിയിരിക്കുന്ന 2 മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രിയപ്പെട്ട ശിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ എല്ലാ ശുശ്രൂഷകളും അവിടുന്ന് അനുഗ്രഹപ്രദമാക്കണമേ. വിവാഹം ആശീർവദിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ അഭിഷിക്തനെ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഉന്നതപുരാനെ, അവനായി ഒരുക്കിയിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെയും കുടുംബജീവിതം നസറത്തിലെ തിരുക്കുടുംബം പോലെ അവിടുന്ന് വാഴ്ത്തി അനുഗ്രഹിക്കണമേ. സ്നേഹത്തിലും സന്തോഷത്തിലും സമാധാനത്തിലും ജീവിക്കുവാനായിട്ട് എല്ലാവർക്കും മാതൃകയായി തീരുവാനായിട്ട് അവിടുന്ന് ഇടയാക്കണമേ. ലിജോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മകൻ്റെ ഭാവി ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ നിയോഗങ്ങളെയും ജോലി കാര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമേ. ഇന്ന് ഈ ഭവനത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ബന്ധുമിത്രാദികളും പ്രിയപ്പെട്ടവർ, ഉറ്റവരുടെവരെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രമീകരണങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ഈ പ്രാർത്ഥനകളൊക്കെ പരിശുദ്ധ അമ്മ വഴിയായിട്ട് സകല വിശുദ്ധരുടെ മാധ്യസ്ഥതയിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ ഈ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. ജ്യോതിരഫലമായ നമ്മുടെ കർത്താവ് യേശുവനാകുന്നു. പരിശുദ്ധ മറിയമേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അവരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
മകൾക്കായി ഞാൻ എന്തോ ചെയ്യേണ്ടു നിനക്കേശുപര ഇപ്പോഴെന്തോ ചെയ്യേണ്ടു നിനക്കേശുപര നന്ദി കൊണ്ടെന്റെ ഉള്ളം നന്ദി നിറയുന്നേ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ ദേവസന്നാഹമോടെ സ്തുതി പാടിടുന്നേ. പരിശുദ്ധരൂഹായിക്ക് സ്തുതി. തന്റെ മഹത്വത്താൽ ആകാശവും ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം നമ്പുരാൻ പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുടനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിയുടനെ ഞങ്ങളോട് തന്നെ ചെയ്യണമേ. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കൃഷിപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളോട് കരുണ ചെയ്യണമേ. പ്രാർത്ഥന കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നിനക്ക് സ്തുതി. കരുണ ചെയ്യുന്ന സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പരിശുദ്ധമാക്കണമേ. രാജ്യം വരണമേ. പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ഞങ്ങൾ തരണമേ. ഞങ്ങൾക്കാരോട് ഞങ്ങൾ ശ്രമിക്കുന്ന പോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടൻ ഞങ്ങളെ രക്ഷിക്കണമേ. ശക്തിയും നിനക്ക് സമാധാനം. ോടുകൂടെ നീ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാവുന്നു. നിന്റെ വാഴ്ത്തപ്പെടാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും സമയത്തും തമ്പുരാനപേക്ഷണമേ. ആമേൻ. ഞങ്ങളുടെ മേൽ അനുഗ്രഹം കരുണയും രണ്ട് ലോകത്തേക്ക് ചെരുപ്പെടുമാറാകണമേ. ഞങ്ങളുടെ ദൈവമായ തമ്പുരാനെ നിന്റെ കൃപയായിരിക്കണമേ. നിന്റെ ദാസന് വിട്ടുപിരിയാത്ത വാഴും സഹായവും ജീവിത വിശുദ്ധിയും ദൈവഭക്തിയും നൽകണമേ. ഇവന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന മകളെയും വാഴ്ത്തി അനുഗ്രഹിക്കണമേ. നിന്റെ തിരു സാന്നിധ്യത്താൽ ഇവരുടെ ജീവിതത്തെ അലങ്കരിക്കണമേ. അസത്തിലെ തിരുവിടത്തിലെ പോലെ സ്നേഹവും ത്യാഗവും ആനന്ദവും സമാധാനവും വിശുദ്ധിയും നിറഞ്ഞ കുടുംബജീവിതം നീ ഇവർക്ക് നൽകണമേ. പരസ്പര വിശ്വാസവും സഹകരണ ബുദ്ധിയും ഇവർക്ക് പ്രദാനം ചെയ്യണമേ. അബ്രാഹമിനെ പോലെയും സാറായെ പോലെയും ഇവർ നിന്റെ സൃഷ്ടികർമ്മങ്ങളിൽ പങ്കാളികളായി തലമുറകൾക്ക് ഭാഗ്യമുള്ളവരായി തീരണമേ. കർത്താവേ, ഇരു കുടുംബങ്ങളെയും നീ വാഴ്ത്തണമേ. ഈ വിവാഹം വഴി ഇരു കുടുംബങ്ങളും സന്തോഷത്തിലും ഐക്യത്തിലും വർദ്ധിക്കണമേ. ഈ കുടുംബത്തിലേക്ക് കടന്നു വരുന്ന ദാസിക്ക് നിന്റെ കൃപ അനുഭവിക്കാൻ ഇടയാക്കണമേ. അദൃശ്യമായിരിക്കുന്ന നിനക്ക് ഇവരുടെ മേൽ ആവസിപ്പിക്കുകയും നിന്റെ ശ്രീവായാൽ കാത്തു സൂക്ഷിച്ച് ഉപദ്രവങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുമാറാകണമേ. വിവാഹത്തിന് അടുത്ത് വന്നിരിക്കുന്ന ഈ കുടുംബത്തിലെ ചാർച്ചക്കാരും ബന്ധുക്കളുമായ എല്ലാവരെയും നീ അനുഗ്രഹിക്കണമേ. ഇവരുടെ യാത്രയിൽ നീ കൂടെ ആയിരിക്കണമേ. വിവാഹത്തിന് വേണ്ടി ഇപ്പോൾ യാത്രയിലായിരിക്കുന്ന വധുവിന്റെ കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും വധുവിനെയും നീ സംരക്ഷിക്കണമേ. കാനായിലെ കല്യാണ വരുന്നതിൽ സ്നേഹിതനായ കർത്താവേ, ഇവരുടെ വിവാഹാശീർവാദത്തിലും ആഘോഷത്തിലും നീ കൂടെ ആയിരിക്കണമേ. എല്ലാവിധമായ ആവശ്യങ്ങളും നീ മുൻകൂട്ടി കണ്ട കുറവുകൾ പരിഹരിക്കണമേ. ആയതുകൊണ്ട് ആ ഭവനത്തിന്റെ ആവശ്യം താവിന്റെ സന്നിധിയെ സമർപ്പിച്ച ദൈവമാതാവായ പരിശുദ്ധമറിയാമിന്റെയും നമ്മുടെ പിതാവായ മാർത്തമാസുകാരുടെയും സർവീസിന്റെയും പ്രാർത്ഥനകളാൽ തന്നെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവായ ദൈവമേ, ദിവസക്കാലം ഞങ്ങളെ കാത്തു പരിപാലിക്കുന്ന ഞങ്ങളുടെ കൃപയോർത്ത് പറയുന്നു. ഈ പ്രവാസമയത്ത് നീ ശ്രദ്ധിക്കുന്ന മോഹപ്പെടുത്തുന്നു. അവിടെ നല്ല എല്ലാ ദാനങ്ങൾക്കും നന്ദി പറയുന്നു. കർത്താവ് ഇന്നത്തെ ദിവസത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവിടെ നേറ്റെടുത്ത് വിശുദ്ധീകരിക്കണമേ. കർത്താവ് ഈ ഭവനത്തിലായിരിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് ഞങ്ങൾ എന്ത് നിയോഗത്തോടു കൂടിയാണോ ഈ ഭവനത്തിൽ ഒന്നു ചേർന്നിരിക്കുന്നത് ആ നിയോഗത്തെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ശിശുവെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, പുതിയ ജീവിത നിയോഗത്തിലേക്ക് കടക്കുമ്പോൾ ഉദാശയ്ക്ക് വേണ്ടി ദേവാലയത്തിലേക്ക് യാത്രയാകുമ്പോൾ കർത്താവെ നിന്റെ കരം കൂടെ ആയിരിക്കണമേ. യാത്രയിലുടനീളവും ഇന്നത്തെ ക്രമീകരണങ്ങളിലൊക്കെ അവിടുത്തെ വലിയ സാന്നിധ്യവും സഹായവും കൂടെ ആയിരിക്കണമേ. പരിശുദ്ധമേ മാതാവേ, ഈ ഭവനത്തെ ഏറ്റെടുക്കണമേ. ഓരോ മക്കളെ ഏറ്റെടുക്കണമേ.
ഇന്നത്തെ എല്ലാ ക്രമീകരണങ്ങളും ഏറ്റെടുക്കണമേ. കനാല കല്യാണ വിരുന്നിൽ അമ്മയുടെ സാന്നിധ്യം കുറവിനെ പരിഹരിച്ചതുപോലെ ഞങ്ങളുടെ ബലഹീനമായ കുറവുകളുള്ള ഈ അവസ്ഥയിൽ കർത്താവെ അമ്മയുടെ സാന്നിധ്യം ഞങ്ങളുടെ കുറവുകളൊക്കെ നികത്തുന്നതാക്കി തീർക്കണമേ. ഞങ്ങളുടെ ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മോടെ സമർപ്പിക്കുമ്പോൾ കവിയുടെ കെട്ടലാണ്. പിതാവാദീയത്തിന് സ്നേഹവും ഏകജാതന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹോദരങ്ങളെ നിങ്ങൾ ഓരോരുത്തരുടെ മേലും നിങ്ങളുടെ എല്ലാ നിയമങ്ങളുടെ മേലും പ്രത്യേകിച്ച് ഈ മകന്റെ മേലും നീ കൊണ്ടായിരിക്കുമാറാകട്ടെ. Tell me to calm down. Look all around us here. Fall. It's easy to see from down here. Fall not swinging in the war is won. Caught me falling, പിതാവേ ഞങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്നാൽ രാജ്യശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീയെ ഗ്രഹിക്കുന്നവളാകുന്നു. ദൈവകരമായ നമ്മുടെ കർത്താവ് യേശുമിശിഹാ വാഴ്ത്തപ്പെട്ടവനാകുന്നു. വിശുദ്ധ മറിയമേ തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ പരസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. പാപികളായ ഞങ്ങളെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളും എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. കർത്താവിൽ നമ്മുടെ മകനായ ഷിജു ഈ നിൽക്കുന്ന ജനി ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യുവാൻ സമ്മതമാണ്. ജനി ഈ നിൽക്കുന്ന ഷിജോയെ ക്രിസ്തീയ പ്രമാണവും തിരുസഭയുടെ നിബന്ധനകളും അനുസരിച്ച് വിവാഹം ചെയ്യാൻ സമ്മതമാണ്.
ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിൽ എന്നേക്കും ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, നീ മുഖാന്തരവും നിന്നോടുകൂടി ഞങ്ങളുടെ സന്തോഷങ്ങൾക്ക് ആരംഭവും ഞങ്ങളെ ആനന്ദത്തിന് പൂർത്തീകരണം ഉണ്ടാകുവാൻ തക്കവണ്ണം അക്ഷയമായ സൗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ ദേഹികളെ ഓർമ്മകളൊന്നും ആരാധിക്കുമാറാകണമേ. കാരുണ്യപൂർവ്വം ഞങ്ങളുടെ ദുഃഖങ്ങൾ വായിച്ച് ദയാപൂർവ്വം ഞങ്ങളുടെ സുഹൃതങ്ങൾ വർദ്ധിപ്പിക്കണമേ. നിന്റെ അനുഗ്രഹങ്ങൾ ഞങ്ങളിൽ നിറഞ്ഞു കവിയുകയും ഞങ്ങളുടെ മനസാക്ഷികൾ ശ്രേഷ്ഠമാവുകയും ചെയ്യട്ടെ. ഈ മണവാളൻ പൂർണ്ണനും ഈ മണവാട്ടി ശ്രേഷ്ഠയുമായി തീരണമേ. നിന്നോടും ആദ്യം മുതൽ നിന്നെ പ്രസാദിപ്പിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടും കൂടെ അക്ഷയ ഭാഗ്യങ്ങളെ ഞങ്ങളെ ആനന്ദിപ്പിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ദൈവമേ, നിന്റെ വിശുദ്ധന്മാരുടെ സംഘങ്ങളിലും നിന്റെ വാത്സല്യ ഭാജനങ്ങളുടെ ഗണങ്ങളിലും ചേർന്ന് നിന്നുകൊണ്ട് ഞാൻ നിനക്ക് സ്തുതിയും സ്തോത്രവും ഇപ്പോഴെല്ലാ സമയത്തും നീ അർപ്പിക്കുമാറാകണമേ. മോറാൻ മൺവാസികളെ ആമോദിപ്പിച്ചോ കരുണാദ്രേ സന്തോഷം മോതിരവേഗി തിരുസഭയെ മധുവാക്കി പരിപാവനങ്ങൾ കൈക്കൊണ്ടാളവളും ആരാധ്യം ദൈവമേ, സുഖത്തെയും ഭൂമിയെയും ഉയരത്തെയും ആഴത്തെയും അനുജീവിച്ച നിന്റെ സമാധാനം അന്യോന്യ സമർപ്പിതരായിരിക്കുന്ന ഈ ഞങ്ങളുടെ സഹോദരനെ സ്നേഹിക്കണമേ. ഇവരാഷ്കാലം പരസ്പരം സ്നേഹിക്കുവാനും സന്തോഷപൂർവ്വം സ്വീകരിക്കുവാനും തക്കവണ്ണം ഇവർക്ക് ഹൃദയ ഐക്യം നൽകണമേ.
എന്നാലും പതിനായിരമതിലുത്തമനാ അൻപൂർണ്ണമായിസരായേ ശുദ്ധൻ ഞാൻ ഗോവിന്ദഗിരി ശോഭന്നീ പൈതൃകത്തിൽ പ്രബലമനോ താരികേ ആതിരുകിൽ ദൈവസഭൻ ഉന്നതനാദിവനേ നാമാട്ടീടുന്നു. അനശ്വരമായ തീയുടെ വിടാർപ്പിക്കുവാൻ അടിയങ്ങൾ യോഗ്യരായി തീരണമേ. പുറജാതികളുടെ പുത്രിയെ തനിക്ക് സഭയായി തിരഞ്ഞെടുക്കുകയും സകലവിധ കളങ്കങ്ങളിൽ നിന്നും അവളെ തന്റെ നിർമ്മല രക്തത്താൽ പൗത്രീകരിക്കുകയും ചെയ്ത സ്വർഗീയ മണവാളന് സ്തുതി. അവൻ ഭൗമിക സഭയുമായി വിവാഹ നിശ്ചയം ചെയ്ത് സ്വയം അവൾക്ക് വരനായി തീരുകയും അശുദ്ധ വിഷാദികളുടെ ദാസ്യങ്ങളിൽ നിന്ന് അവളെ രക്ഷിച്ച് സർവവിധമായ കടകളിൽ നിന്നും പാപങ്ങളിൽ നിന്നും അവൾക്ക് മോചനം നൽകുകയും ചെയ്തു. തന്റെ സഭയുടെ വിവാഹ വിരുന്നിൽ സകല ജാതികളെയും സ്വജാതികളെയും പ്രവാചകന്മാരെയും സ്ത്രീയന്മാരെയും സകല വംശങ്ങളെയും ക്ഷണിച്ച് കർത്താവ് വാഴ്ത്തപ്പെട്ടവരാകുന്നു. അവര് യേശുദാസരുടെയും മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്ന ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും നാഴികളിലും കാലങ്ങളിലും നിങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാക്കുന്നു. അതിന്റെ വിശ്വാസത്തെ മഹാമനസ്കതയോടെ സ്വീകരിക്കുകയും ചെയ്തു. നീ മനുഷ്യരുടെ സർവപരിജ്ഞാനത്തിന് പുരസ്തരം അതീതനും സദാ നന്മകളിൽ സമൃദ്ധനും തിന്മകളിൽ നിന്ന് വിദൂരസ്ഥനുമാകുന്നു. നീ അനശ്വരമായ വെടിപ്പുള്ള മൂറോനും അനാധിതമായ നിലയിൽ എല്ലാവിധ കഷ്ടതകൾക്കും മരണത്തിനും അതീതനുമാകുന്നു. നിന്റെ വിശുദ്ധ സഭയ്ക്ക് നശിച്ചു പോകാത്ത വിധം നീ അനുഗ്രഹങ്ങൾ നൽകുകയും പരിമളം കൊണ്ടതയോടെ അവളെ നിറയ്ക്കുകയും ചെയ്തു. മഹത്വത്തിന്റെ നിലയിൽ നീ അവളെ ധരിപ്പിച്ചു. വെള്ളം കൊണ്ടും ആത്മാവ് കൊണ്ടും അവൾക്ക് നീ വിവാഹ നിശ്ചയം ചെയ്ത് അവളെ നിന്റെ മണവാട്ടിയാക്കി തീർത്തു. ശത്രുവിന്റെ തലയിൽ ശക്തിയോട് നീ ചവിട്ടി ജയം നൽകുന്ന നിന്റെ തിരുശരീരവും തിരുരക്തവും അവൾക്ക് നീ മോതിരമായി പിടിപ്പോടെ നൽകുകയും നിന്റെ സന്തോഷരശ്മിയാൽ അവളെ പ്രശോഭിപ്പിക്കുകയും ചെയ്തു. ദൈവിക ദാനത്താൽ അവളെ നിന്നോടുകൂടെ വസിപ്പിച്ച് വിശുദ്ധ സ്ത്രീമാർ മുഖേന പരിപൂർണയാക്കി. സ്ത്രീ പുരുഷന്മാരുടെ വിവാഹനിശ്ചയം മോതിരത്തിൽ കൂടെ നിവൃത്തിയാകണമെന്നും വിവാഹ നിശ്ചയം ചെയ്തവരുടെ ആനന്ദം മോതിരത്തിൽ കൂടെ പൂർണ്ണമാകണമെന്നും നിശ്ചയിച്ച് നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ നിന്റെ ബലഹീനദാസരായ ഞങ്ങൾ വാഴ്ത്തുന്ന മോതിരങ്ങളെ നീ സന്തോഷപൂർവം വിശുദ്ധീകരിക്കണമേ. ഈ മോതിരങ്ങളെ കരുണാപൂർവം വാഴ്ത്തി ഇവരുടെ ബന്ധത്തെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, വിശുദ്ധ സഭയുടെ മോതിരത്തെ നീ വാഴ്ത്തിയ പ്രകാരം ദൈവികാശിസുകളാൽ ഈ മോതിരങ്ങളെ വാഴ്ത്തണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായി മണവാളനും പുത്രിയായി മണവാട്ടിയും ജ്ഞാനത്തിൽ പരിപൂർണരായി തീരണമേ. ഇവർ നിന്റെ അനുഗ്രഹം പ്രാപിച്ച് നിന്നെ പ്രകീർത്തിക്കുകയും തിരുമുമ്പാകെ നിന്ന് നിന്നെ നിന്റെ പിതാവിനെയും പരിശുദ്ധ റൂഹായി ഇടപെടാതെ സ്തുതിക്കുകയും ചെയ്യുമാറാകണമേ. Otra
പതിവുതയാ പരിപാവനസഭയിൽ മാനോകാന്തൻ വരണം ചെയ്തോ ആത്മാക്കളെ തനിക്കായി നിന്റെ പ്രാഭവത്തിൽ നേടിയവരായ മധ്യസ്ഥയിൽ നിന്റെ ദാസൻ പരസ്പരം വിവാഹനിശ്ചയം ചെയ്ത് തന്നെ അവരുടെ സാമ്പത്തികത്തിന്റെ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നു. ഇവരിൽ നിന്ന് ഹൃദയപരിമളം വീശുവാനും ഇവർ തമ്മിൽ യഥാർത്ഥ സ്നേഹവും ശാന്തിയും സമാധാനവും ഐക്യമുണ്ടാകുവാനും നീ ഇടയാക്കണമേ. ആത്മാവിലും ശരീരത്തിലുള്ള നൈർമല്യം കാക്കുന്നവൻ അന്യോന്യം സഹായിക്കുവാനവരെ നീ ചിത്രാക്കണമേ. ഇവർ നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ സമയത്തും എന്നേക്കും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കും. കാരുണ്യത്താലും ബഹുലവും സനാതനവുമായ കൃപയാലും ഈ മോതിരങ്ങൾ ആശീർവദിക്കുന്ന പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വിശുദ്ധ സഭയുടെ മക്കളുടെ സന്തോഷപൂർത്തിക്കായി ഈ മോതിരങ്ങൾ ആശീർവദിക്കപ്പെടുന്നു. നിന്നോടുകൂടെ ആയിരിക്കുകയും ആയുഷ്കാലം സംരക്ഷിക്കുകയും ചെയ്യട്ടെ. അദൃശ്യമായ നിങ്ങളിലേക്ക് നേട്ടട്ടെ. വിശുദ്ധസ്ത്രീയന്മാരിൽ നിന്ന് പ്രകാരം വിശാചാര്യന്മാരുടെ കയ്യിൽ നിന്ന് നിന്റെ വിവാഹ ഉടമ്പടിയിൽ മോതിരം നീ സ്വീകരിക്കുക. ആത്മശരീരങ്ങളുടെ ആരോഗ്യത്തോടും ഹൃദയസന്തോഷത്തോടും കൂടി പിതാവിനും പരിശുദ്ധാത്മാവിനും നീ സ്തുതി സമർപ്പിക്കണം. സഭയുടെ സന്തോഷത്തെ തന്റെ അഭിഷിക്തം വഴി പൂർത്തീകരിച്ച ദൈവം അന്യോന്യ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന ഈ മക്കളെ സത്യത്തിലും നീതിയിലും പൂർണ്ണരാക്കട്ടെ. തങ്ങൾ സ്വീകരിച്ച മോതിരങ്ങളോടുകൂടെ സ്വർഗീയ അനുഗ്രഹങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവ് സകല കപട സ്നേഹവും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിക്കുവാൻ തക്കവണ്ണം സ്നേഹാഗ്നിയാൽ ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. ലില്ലി പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിപാകതയിൽ
തങ്ങളുടെ മനസാക്ഷിയെ നയിക്കുവാൻ ഇവർക്കിടയാകട്ടെ. പാവനമായ വിഭാഗത്തിന്റെ നിർമ്മല ബാധയെ നശിപ്പിക്കുന്ന ദുഷ്ടാത്മാക്കളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിക്കട്ടെ. കർത്താവ് പരിപാകതയാൽ ഇവരെ അലങ്കരിക്കുകയും വിനയത്താൽ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസഹാക്കിന്റെയും റബേക്കായുടെയും വിവാഹ നിശ്ചയം സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയ പോലെ ഇവരുടെ ഉടമ്പടിയെയും നീതിയാകുന്ന മോതിരങ്ങൾ കൊണ്ട് പൂർണ്ണമാക്കട്ടെ. മണവാളനെ തന്റെ വീണ്ടെടുപ്പ് വഴി ആനന്ദിപ്പിക്കുകയും മണവാട്ടിയെ അക്ഷയമായ മനോഹര ഭൂഷണങ്ങൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് എന്നതിലധികമായി വിശുദ്ധിയുടെ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടട്ടെ. ഇവരുടെ അന്യോന്യബന്ധവും സഹവാസവും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവ സംസ്കരണത്തിനും ഉതകുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കട്ടെ. വിജയപ്രദമായ നിന്റെ സ്ത്രീയായ ഈ മണവാട്ടിയെയും കാത്തുകൊള്ളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ, ഞങ്ങളെല്ലാവരും നിന്റെ കരുണ വർഷിക്കുമാറാകണമേ. ഓശോ സഭയാം തിരുസഭയാമേ ഞാൻ അത്യുന്നതനുടെ മൗനവാക്കി വിധാനം ചെയ്തോരേ ഞാനിതവർ ചീടുന്നു. ദൈവം അംഗീകരിച്ച ഈ കർമ്മത്തിന് സാക്ഷികളാകുവാൻ ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ, നിങ്ങളുടെ പ്രയത്നത്തിന് 30, 60, 100 മടങ്ങ് അവൻ പ്രതിഫലം നൽകട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും നന്മ ലഭിക്കട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവും പകലും നിങ്ങളോട് കൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ. ശ്രീവരെ വിവാഹ ഉദാശയിലെ ഒന്നാമത്തെ ശുശ്രൂഷ, മോതിരം വാഴ്ത്തിന്റെ ശുശ്രൂഷ ഇവിടെ അവസാനിക്കുകയാണ്. രണ്ടാമത്തെ ശുശ്രൂഷയായ കിരീടം വാഴ്ത്തലിന്റെ ശുശ്രൂഷയാണ് ഇപ്പോൾ ആരംഭിക്കുക. കുടുംബത്തിന്റെ രാജാവും രാജ്ഞിയുമായി ദൈവം വാഴ്ത്തുന്ന ശുശ്രൂഷയാണ്. ദൈവികമായ കൃപകൾ അഭിഷേകവും ഈ കിരീടവാഴ്ത്തലിലൂടെ ശുശ്രൂഷയിലൂടെ ഈ പങ്കാളികൾ ലഭിക്കുന്നു. കുടുംബജീവിതത്തിന്റെ ഐക്യവും കുടുംബജീവിതത്തിൽ വിശ്വാസത്തോടും സമർപ്പണത്തോടും പരസ്പരമായ സ്നേഹത്തോടും ജീവിക്കാനുള്ള വലിയ അഭിഷേകം ഈ പരിശുദ്ധമായ ഉദാശയിലൂടെ ഈ ശുശ്രൂഷയിലൂടെ ലഭിക്കുകയാണ്. നമുക്ക് ഓരോരുത്തരും ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവികമായ കൃപകളിൽ നിറഞ്ഞ് ഒരു കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹവും കരുണയും ഐക്യവും ഈ കുടുംബജീവിതത്തെ വാഴ്ത്തി അവരെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ബലഹീനരും പാപികളുമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങൾ കരുണയും രണ്ട് ലോകങ്ങളിലും നിന്നെയും ചെയ്യപ്പെടുമാറാകണമേ. ദൈവമായ കർത്താവേ, അനന്തമായ വിരുന്നിലും
അനശ്വരമായ വളവയ്ക്കും ഞങ്ങളെ യോഗ്യരാക്കണമേ. ആ വിരുന്നിന് ക്ഷണിക്കപ്പെട്ട അതിഥികളോടൊപ്പം നിന്റെ ശാശ്വത സന്തോഷത്തിലേക്ക് ഞങ്ങളെയും ക്ഷണിക്കണമേ. അവരോടുകൂടെയും അവരുടെ ഇടയിലും ഞങ്ങൾ പിതാവിനും പരിശുദ്ധ റൂഹായ്ക്കും ഇപ്പോഴെല്ലാ സമയത്തും സ്തുതി സ്തോത്രം സമർപ്പിക്കും. വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ ആദം ഹൗവ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ബഹുകൃപയാൽ അബ്രാഹം സാറ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ഇവരെ വാഴ്ത്തിയ ദൈവം തൻ ദൈവം തൻ ബഹുകൃപയാ ശക്തിയിലരജന്മോദിക്കും നാഥ ഹല്ലേലൂയ ഹല്ലേലൂയ നിന്റെ ശൈലവേറ്റം തോഷിക്കും അനശ്വരകീർത്തിയും എല്ലാ നേരത്തും ഇടപെടാർപ്പിക്കുവാൻ ഞങ്ങൾ യോഗ്യരായി തീരണമേ. നിത്യനായ കർത്താവേ, സ്വർഗീയരും ഭൗമികരും നിന്നെ സ്തുതിക്കുന്നു. നീ അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനാകുന്നു. നീ മോചിക്കുന്നതെല്ലാം മോചിക്കപ്പെടുന്നു, ബന്ധിക്കുന്നതെല്ലാം ബന്ധിക്കപ്പെടുന്നു. മണവാളന്മാർക്കും മണവാട്ടികൾക്കും കിരീടം പ്രദാനം ചെയ്യുന്നവർക്ക് നിന്റെ ദാസരുടെ കിരീടങ്ങൾ
വാഴ്ത്തുന്ന ഈ സമയത്തും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബഹുലഹോനിയമോ സ്വതമായ സകല സ്വർഗീയ സൈന്യങ്ങളും പത്യാദവസരം നിന്നെ മോത്തപ്പെടുത്തുകയും മഹോന്നതങ്ങളിൽ അഭ്യുമാന്മാരുടെ ഗണങ്ങൾ എന്റെ പ്രാഭവത്തിൽ ഭയചകിതരാവുകയും ചെയ്യുന്നു. കർത്താവേ, അവർണ്ണന്യമായ നിന്റെ കരുണയായി നിസീമമായ നിന്റെ ദയയുടെയും സുഹൃതിയായി ഇവരാ ഞങ്ങളുടെ സ്തുതികളിൽ നീ സന്തോഷിക്കുന്നു. ബലഹീനരും മൺമേരുമായി ഞങ്ങളുടെ ശുശ്രൂഷകളിൽ നീ പ്രീതിപ്പെടുകയും ചെയ്യുന്നു. ഞങ്ങൾക്ക് വേണ്ടവ നിന്നോട് യാചിക്കണമെന്ന് നീ ഞങ്ങളോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. കൃപാദാനങ്ങളിൽ നീ ഉത്സുകനാകുന്നു. ശിശാർഹരോടുള്ള പ്രതികാരത്തിൽ നീ ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. കർത്താവേ, ദേശാടനം ചെയ്യുന്നവരെയും നിന്റെ ശ്രേഷ്ഠാധികാരത്തിന് വിധേയരായി കഴിയുന്ന സ്ഥിരവാസികളെയും പ്രത്യേകിച്ച് ഇവിടെ സന്നിഹിതനായി നിന്റെ കരുണയുടെ നിഴലിലും ദയയുടെ തണലിലും സങ്കേതം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും നീ അനുഗ്രഹിക്കണമേ. എല്ലാ പ്രവൃത്തികളിലും നല്ലവരായി തീരുവാൻ ഇവരെയും നീ സഹായിക്കണമേ. സാധാരണദാസത്തിൽ നിന്ന് ഓടിയെന്ന് നിന്റെ പരിശുദ്ധിയെ സമീപിക്കുവാൻ തന്നോണം ഇവരുടെ ഹൃദയങ്ങളെ ഐക്യപ്പെടുത്തണമേ. നിന്റെ പിതാവിനും പരിശുദ്ധരുമായി എല്ലാ സമയത്തും സ്തുതി സ്തോത്രവും സമർപ്പിക്കും. പാപങ്ങൾക്ക് മോചനവും രണ്ടു ലോകങ്ങളിലേക്ക് നാം പ്രാപിക്കുവാറാകട്ടെ. സുന്ദരികളിൽ സുന്ദരി ജാതികളിൽ സുന്ദരി നിന്റെ കാര്യം ദർശിക്കുകയും നിനക്ക് സ്തോത്രം അർപ്പിക്കുകയും ചെയ്യുമാറാകണമേ. സഹോദരനെ, എപ്പോഴും എല്ലാത്തിനും വേണ്ടി നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. വിശുദ്ധരുടെ ബഹുമാനത്തെ പ്രതി നിങ്ങൾ പരസ്പരം വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ, നിങ്ങൾ കർത്താവെന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്നാൽ മിശിഹായുടെ ശരീരമായ സഭയുടെ ശിരസ്സായിരുന്നതുപോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. മിശിഹാ തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഹമിശിഹായ്ക്ക് വിധേയരായിരിക്കുന്നതുപോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ, വിശുദ്ധസഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ
സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശദീകരിക്കുന്നതിന് ജലമണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി ഇതവിടെ കരയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാതെ മാതൃപൂർണമായ തനിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കലകയും പരിശുദ്ധമായിരുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തിൽ പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. വിശ്വാസഭയെ പോലെ അവരതെ പരിശോധിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു. എന്നാൽ നാം അവന്റെ ശരീരത്തെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും. അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇതൊരു വലിയ രഹസ്യമാണ്. ഞാൻ വിശ്വാസയും അവർ സഭയെ കുറിച്ചാണ് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ആരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ കർത്താവിനെ ബഹുമാനിക്കുകയും വേണം. പാർക്കുമോ തോഷിക്കും ദൈവത്തിന്റെ ജീവനവചനങ്ങൾ ആദരവോടും ഭക്തിയോടും നാം ശ്രദ്ധിച്ചു കേൾക്കണം. ദൈവമായ നിങ്ങൾക്കെല്ലാവർക്കും സമാധാനം ഉണ്ടായിരിക്കട്ടെ. അങ്ങയുടെ ആത്മാവിനും ഉണ്ടായിരിക്കട്ടെ. ജീവൻ നൽകുന്ന വചനമായ യേശുമിശിഹായുടെ വിശുദ്ധ ഏവങ്കേലിയോൻ ലോകത്തിന് ജീവനും രക്ഷയും പ്രസംഗിച്ച വിശുദ്ധമായ ശ്രീകായ എഴുതിയ നമ്മുടെ കർത്താവിന്റെ സുവിശേഷത്തിൽ നിന്ന് നമ്മുടെ രക്ഷകനായ സ്ത്രീകളും ശരീരം ധരിച്ചവനും ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും ദൈവവും രക്ഷകനുമായ യേശുമിശിഹായുടെ ഇഹലോകവാസകാലത്ത് ഇവപ്രകാരം സംഭവിച്ചു. അങ്ങനെ വിശ്വസിച്ചങ്ങൾ യേശു ഗലീല വിട്ട് ജോർദാനക്കരെ യൂദയായുടെ അതിർത്തിയിലെത്തി. വലിയ ജനക്കൂട്ടങ്ങൾ അവനെ അനുഗമിക്കുകയും അവിടെ വെച്ച് അവരെ സുഖപ്പെടുത്തുകയും ചെയ്തു. പരീക്ഷന്മാർ അടുത്ത് ചെന്ന് അവനെ പരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു, ഏതെങ്കിലും കാരണത്താൽ ഒരുവൻ ഭാര്യയെ ഉപേക്ഷിക്കുന്നത് ദൈവാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവരിരുവരും ഏക ശരീരമായി തീരുമെന്ന് അവിടുന്ന് അരുളി ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ആകയാൽ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപിരിക്കരുത്. വാർക്കുമോ നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. എല്ലാവരുടെയും പേരിൽ ആദ്യമേ തന്നെ ഈ വധുവരന്മാർക്ക് വിവാഹ ജീവിതത്തിന്റെ എല്ലാ മംഗളങ്ങളും ഹൃദയപൂർവ്വം പ്രാർത്ഥനാപൂർവം ഞാൻ നേരുകയാണ്. ദൈവ അനുഗ്രഹങ്ങൾ ഇവിടെ കുടുംബ ജീവിതത്തിലൂടെ നമ്മുടെ കൂട്ടായ്മയിലേക്കും കുടുംബത്തിലേക്കും സമൂഹത്തിലേക്കും കടന്നു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി മുതൽ ഇവർ രണ്ടല്ല, ഇനി മുതൽ ഇവർ ഒന്നാണ്
എന്നുള്ള വിശുദ്ധ വേദവായന സഭയുടെ നാമത്തിൽ വൈദികൻ ഇപ്പോൾ വായിച്ചു കേൾപ്പിച്ചു. രണ്ട് കുടുംബത്തിന്റെ അന്തരീക്ഷങ്ങളിൽ നിന്നും പശ്ചാത്തലത്തിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ഈ മക്കൾ ഇനിയും ഏക ശരീരമായി തീരാൻ പോവുകയാണ്. ഇനി മുതൽ ഇവരുടെ ചിന്തകൾ രണ്ട് ചിന്തകളോ രണ്ട് ദർശനങ്ങളോ അല്ല. ഇനി മുതൽ ഏക മനസ്സോടുകൂടി ഇവർ ജീവിക്കുവാൻ ആരംഭിക്കുകയാണ്. അതിനാരംഭം കുറിച്ചുകൊണ്ടാണ് വിവാഹ ആദ്യ സമയത്ത് വികാരിയച്ഛൻ ഇവരോട് സമ്മതം ചോദിച്ചത്. ജീവിത പങ്കാളിയായി സ്വീകരിക്കുവാൻ സമ്മതമാണോ എന്നുള്ള ചോദ്യത്തിന് അതേ എന്ന ഉത്തരം കേട്ട മാത്രയിലാണ് വൈദികൻ വിവാഹ കുലാശയിലേക്ക് പ്രവേശിക്കുവാൻ ആരംഭിച്ചത്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം എടുക്കുമ്പോൾ വിവാഹ കുലാശയിലെ പ്രധാനപ്പെട്ട ഒരു ഘടിയാണ് ഒരുമിച്ച് ജീവിക്കുവാൻ ഉള്ള തീരുമാനം, സമ്മതം സഭയുടെ മുമ്പിൽ ഔദാശികമായി നിങ്ങൾ നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഉടമ്പടിയുടെ കുദാശയാണ്. യഹോവയായ ദൈവം നമ്പുരാൻ തന്റെ ജനത്തോട് പ്രകാരം പറഞ്ഞു, ഇനി മുതൽ നിങ്ങൾ എൻ്റെ ജനവും ഞാൻ നിങ്ങൾക്ക് ദൈവവുമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് ഉടമ്പടി നൽകുകയാണ്. ഒരിക്കലും മായ്ച്ചു കളയുവാൻ സാധിക്കാത്ത ഉടമ്പടിയുടെ ബന്ധം ദൈവം തന്റെ ജനവുമായി പ്രവർത്തിക്കുന്നതുപോലെ വിവാഹ കുദാശയിലൂടെ ഉടമ്പടിയുടെ കുദാശ എന്നാണ് അറിയപ്പെടുന്നത്. ഇതൊരിക്കലും മായ്ക്കുവാൻ സാധിക്കാത്ത ഒരു കൗതാശികമായ അനുഗ്രഹമായും ഈ മക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ഈ കൗതാശികമായ ജീവിത ശൈലിയിൽ, സഭാത്മകമായ ജീവിത ശൈലിയിൽ ചേർന്ന് നിൽക്കുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹം ആത്യന്തികമായി നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകണം. ഒത്തിരിയേറെ ഉപദേശങ്ങൾ ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ലഭിച്ച് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നിങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അറിയുന്നവർക്കൊക്കെ രണ്ടുപേരെയും നന്നായി ഉപദേശിച്ചു കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വിവാഹത്തിന്റെ ഒരുക്കത്തിനുള്ള സെമിനാർക്ക് നിങ്ങൾ ക്ലാസ്സുകൾ പങ്കെടുത്തു എന്ന് ഞാൻ കരുതുകയാണ്. അപ്പൊ അങ്ങനെ ഒരു ഒരുക്കം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പോൾ ഈ ഒരുക്കത്തിന്റെ പ്രധാനപ്പെട്ട കാരണം എന്നത് ഈ ഒരുക്കത്തിൽ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ നൽകി നിങ്ങളുടെ മാതാപിതാക്കളും ബന്ധുമിത്രാദികളും അറിയുന്നവരും ഒക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച് ഈ കുടുംബ ജീവിതത്തിലേക്ക് അനയിക്കുമ്പോൾ ഈ കുടുംബ ജീവിതത്തിൽ നിങ്ങൾ വിശുദ്ധമായും ജീവിക്കുവാൻ കടപ്പെട്ടവരാണ്. അതുകൊണ്ട് സഭയുടെ നാമത്തിൽ ഒന്നാമതായി എനിക്ക് പറയാനുള്ളത്, ദൈവവുമായുള്ള ഒരു അദ്വിതീയമായ ശക്തമായ ബന്ധം നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ ഒരിക്കലും ഈ ബന്ധത്തിന് ആർക്കും തകർക്കുവാൻ സാധിക്കില്ല. നിങ്ങൾ വിചാരിച്ചാൽ പോലും തകർക്കാൻ പറ്റാത്ത ബന്ധമായി മാറും. ദൈവവുമായുള്ള ഒരു ബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, അതുകൊണ്ട് ആ ബന്ധം എന്ന് പറയുന്നത് വ്യക്തിഗത പ്രാർത്ഥന, ഒരുമിച്ചുള്ള കുടുംബ പ്രാർത്ഥന, ബലിപീഠത്തോടുള്ള ബന്ധം, കൂട്ടായ്മയുടെ പ്രാർത്ഥന, ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവുമായി അടുപ്പിച്ച് നിർത്തും. ഈ ദൈവസ്നേഹത്തിന്റെയും ദൈവബന്ധത്തിന്റെ അടയാളമായി ഈ ദൈവസ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ നിറയ്ക്കുമ്പോഴാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത്. നിങ്ങൾക്കറിയാം, എല്ലാ മനുഷ്യരും പൂർണ്ണരല്ല എന്നുള്ളത്. ദൈവം മാത്രമേ പൂർണ്ണനായിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ നിങ്ങൾ എല്ലാത്തിന്റെയും പൂർണ്ണരാണ് എന്നൊരിക്കലും കാണാൻ സാധിക്കും. ആരും പൂർണ്ണരല്ല. എല്ലാവർക്കും നല്ല കഴിവുകളുണ്ടാകാം. ഈ രണ്ട് മക്കൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ എടുത്തു പറയാൻ പറ്റുന്ന ചില കഴിവുകളുണ്ടാകാം. ആ കഴിവുകൾ ആ ജീവിതത്തിന്റെ നല്ല കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തെ കൂടുതൽ മെച്ചമാക്കുവാൻ ഇടയാകേണ്ടത്. അല്ലാതെ ജീവിതത്തിന്റെ കുറവുകളെ കണ്ടുപിടിച്ച് ആ കുറവുകളെ പരാതിപ്പെടാതെ ആ കുറവുകളെ നികത്തുവാൻ സാധിക്കുന്ന ഒരു ഏക ശരീരമായി തീരുന്ന അവസ്ഥയിലേക്ക് മാറുമ്പോഴാണ് നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നു, അറിയുന്നു എന്ന് കരുതുന്നു. നിങ്ങൾ എനിക്ക് തോന്നുന്നു വിവാഹപ്രകാശനുമായി ബന്ധപ്പെട്ട് പരസ്പരം പോയി കണ്ടു എന്ന് കരുതുന്നല്ലേ? വീട്ടിൽ പോയി കണ്ടില്ലേ?
പോയി കണ്ടു, ഇഷ്ടപ്പെട്ടു, സംസാരിച്ചു എന്ന് കരുതുകയാണ്. ഈ ഇടയ്ക്ക് എന്നെ അറിയാവുന്ന കേതുകൊണ്ട് ഉണ്ടാവുകയാണ്. അപ്പം ഒരു പയ്യന്റെ വിവാഹ കാര്യത്തിന് വേണ്ടി അവർ വീട്ടിൽ വന്നു, അവരെ സംസാരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ സംസാരമൊക്കെ നടത്തി, എല്ലാം നല്ല പയ്യനാണ്, പക്ഷെ ഒരു കുഴപ്പമുള്ള അച്ഛാ, അവരുടെ വീട്ടുകാർ ശരിയില്ലെന്ന് തോന്നുന്നു എന്നായി പറഞ്ഞു. കാരണം ഈ അപ്പൻ ഇടയ്ക്കിടയ്ക്ക് അവിടെ ചോദിക്കും, സംസാരം കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കും ഇടയ്ക്കിടയ്ക്ക്. ഇത്ര സംസാരിക്കാൻ എന്തിരിക്കുന്നു? അവരുടെ ആ പെൺകൊച്ചിനെ നമ്മൾ മിടിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ മിടിക്കാൻ പെൺകൊച്ചാണ് എന്ന് പറയുന്നത്. അച്ഛാ, നമ്മുടെ ഭയങ്കരക്കാർ തന്നെയാണ്, അത് ശരിയാവാൻ തോന്നുന്നില്ല. കാരണം പയ്യൻ നല്ലൊരു പയ്യനാണ്, പക്ഷേ വീട്ടുകാർ ശരിയാവാൻ തോന്നുന്നില്ല. ആ വീട്ടിൽ പോയി താമസിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് എനിക്ക് ഇപ്പോഴേ തോന്നുന്നു. ഞാൻ പറഞ്ഞത് നിനക്ക് തോന്നുന്നെങ്കിൽ അതിലേക്ക് പോകാതിരിക്കുന്നതാണ് ബുദ്ധി. അതുകൊണ്ട് ഞാൻ പറഞ്ഞതിന് കാരണം, നിങ്ങൾ ഇന്ന് ജീവിച്ച് ആരംഭിക്കുമ്പോൾ നിങ്ങൾ രണ്ടുപേരും കൂടെ മാത്രമാണെന്നുള്ള ബോധ്യമല്ല ഉണ്ടാകുന്നത്. കുടുംബമായി നിങ്ങളുടെ അപ്പനും അമ്മയും നിങ്ങളുടെ സഹോദരങ്ങളും എല്ലാവരും കൂടെ ചേർന്നതാണ് നിങ്ങളുടെ ജീവിതം എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരിക്കലും ഇത് നിങ്ങൾ ഏക ശരീരമായി ഇരിക്കുന്നു, അപ്പനും അമ്മയിൽ നിന്നൊക്കെ വേർപെട്ടു എന്ന് പറയുമ്പോൾ തന്നെ അവരുമായുള്ള ഒരു ബന്ധം എപ്പോഴും ഉണ്ട്. നമുക്ക് അത് മാറ്റി നിർത്താൻ സാധിക്കും. അതുകൊണ്ട് അവരെയും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട്, സഹോദരങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് ഒക്കെ ജീവിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമായി മാറുക. അതുകൊണ്ട് അങ്ങനെയൊരു ജീവിതത്തിന്റെ സാക്ഷ്യപത്രമായി നിങ്ങൾ തീരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. സിജോ എനിക്ക് വളരെ നാളുകളായി അറിയാം. ഞാൻ സുരയിൽ പിടിക്കുന്ന സമയം മുതൽ രണ്ടുപേരും സഹോദരങ്ങൾ നബഹായില് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നബഹായില് വളരെ ഭക്തിയോടുകൂടിയും തീഷ്ണതയോടുകൂടിയും ശുശ്രൂഷ ചെയ്യുന്ന മക്കളാണ് ഇവർ. എന്ന് മാത്രമല്ല, വളരെ പക്വമായി പെരുമാറുന്നവരായിട്ടാണ് എനിക്ക് സിജോ എപ്പോഴും കണ്ടിട്ടുള്ളത്. എനിക്ക് അനാവശ്യമായ കാര്യങ്ങൾ സംസാരിക്കാറില്ല, ആവശ്യത്തിന് മാത്രം സംസാരിക്കും, ആവശ്യത്തിന് മാത്രം കാര്യങ്ങളോടും എല്ലാവരോടും നല്ല ഒരു കൊല്ലോടിയ ഒരു സന്തോഷം സ്നേഹമൊക്കെ പുലർത്തുന്നതാണ്. മാറ്റിയെടുക്കുന്നതാണ്. ഇതുപോലെ പോയി കഴിഞ്ഞാൽ ഭംഗിയായിട്ട് പോകാൻ പറ്റും. നല്ലൊരു പയ്യനാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ അനലൈസ് ചെയ്യുമ്പോൾ നല്ലൊരു പയ്യനാണ്, നല്ലൊരു കുടുംബവുമാണ്. നല്ലൊരു കുടുംബമാണ്. അപ്പം അവൻ വ്യക്തിപരമായി എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും കാണുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ആരോടും നീരസം കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന നല്ലൊരു പയ്യനാണ്. അപ്പൊ അങ്ങനെ ഒരു പയ്യനെ കിട്ടുക എന്നുള്ളത് എൻ്റെ ഭാഗ്യമാണ്. അപ്പൊ അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണ് ഈ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കുടുംബത്തിന്റെ പശ്ചാത്തലത്തിലേക്കും ആണ് കടന്നു വന്നിരിക്കുന്നത്. ദേവാലയ കാര്യങ്ങളുമായി അടുത്ത ബന്ധമുള്ള കുടുംബവും വ്യക്തിയുമാണ് സിജോ. അതുകൊണ്ട് തന്നെ ദൈവത്തോട് അടുപ്പവും ബലിപീഠത്തോടുള്ള അടുപ്പവും ബന്ധവും ഒക്കെ നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നാളുകളിൽ ലഭിച്ചിരിക്കുന്ന ഈ പരിശീലനവും ദൈവാഭിമുഖ്യവും ഒക്കെ തുടർന്നും കുടുംബ ജീവിതത്തിലൂടെ കൂടുതൽ ചേർത്ത് വയ്ക്കാൻ സാധിക്കണം. വിവാഹ ജീവിതം നടത്തി എന്ന് പറയുന്നത് ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ മാറ്റി നിർത്താനല്ല, കൂടുതൽ ഈ ദൈവാഭിമുഖ്യത്തിലും ദൈവസ്നേഹത്തിലും ബലിപീഠത്തോടുള്ള അടുപ്പത്തിലും ഒക്കെ കൂടുതൽ അടുത്തു നിൽക്കുവാൻ സാധിക്കുമ്പോഴാണ് നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുന്നത് എന്ന് ഞാൻ നിങ്ങളോട് പറയുവാൻ ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഈ വിവാഹോദാശയിലൂടെ നിങ്ങളെ കുടുംബത്തിന്റെ രാജാവോ റാണിയുമായി അഭിഷേകം ചെയ്തുകൊണ്ട് ഈ കൗതാശികമായ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലെ അഭിഷേകമായി ദൈവം നമ്പുരാൻ ഇറക്കി തരുമ്പോൾ ആ നിറകുടമായ ഈ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിറഞ്ഞു കവിഞ്ഞ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിലൂടെ പരിമളമായി നിങ്ങളുടെ എല്ലാവർക്കും അനുഭവപ്പെടുന്നത് സാക്ഷ്യമുള്ള ജീവിതമായി ജീവിക്കുമ്പോഴാണ്. നിങ്ങൾ ഇന്ന് രണ്ട് കസാരയിൽ അടുത്തിരിക്കുകയാണ്, ഷോൾഡറൊക്കെ അടുത്തിരിക്കുകയാണ്. എപ്പോഴും ഇതുപോലെ തന്നെ ആയിരിക്കണം. ഇവിടെ പോയാൽ കുറച്ച് ആദ്യമൊക്കെ 1-2 മാസമോ അല്ലെങ്കിൽ 2 വർഷമൊക്കെ ഇങ്ങനെ പോകും. പിന്നെ കുറച്ചുകൂടെ കഴിയുമ്പോൾ ഈ ടീമുകളിലൊക്കെ എവിടെയൊക്കെയാണ് ഭാര്യയിൽ ഇവിടെ പുറകിലാണ്, പല സ്ഥലത്താണ്. അങ്ങനെയല്ല, ജീവിതത്തിൽ അവസാനം വരെയും ഇങ്ങനെ ഒരുമിച്ച് സന്തോഷത്തിൽ വലിയ പ്രതീക്ഷയോടും പുഞ്ചിരിയോടും രണ്ടുപേരും പുഞ്ചിരിയോടും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി ഇരിക്കുകയാണ്. അതുപോലെ തന്നെ എപ്പോഴും പുഞ്ചിരിച്ച് സന്തോഷത്തോടു കൂടി നിങ്ങളെ കാണുവാൻ ഇടയാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ വിഷമങ്ങളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, സംശയമില്ല. എല്ലാ ജീവിതത്തിലും ഉണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ട്. എല്ലാ ജീവിതത്തിലും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകും. അവിടെ എല്ലാം പരസ്പരം താങ്ങി നിർത്തി പരസ്പരം കൈചേർത്ത് പിടിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവാരൂപിയിൽ ജീവിച്ച് നിങ്ങൾക്ക് ഈ കുടുംബ ജീവിതം ഏറ്റവും അനുഗ്രഹപ്രദമാക്കി മാറ്റുവാൻ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമ്പാദ്യം കൊണ്ടും സമ്പൽ സമൃദ്ധി കൊണ്ടും ഒപ്പം തന്നെ മക്കളെ കൊണ്ടും ദൈവാനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ കുടുംബത്തെ നിങ്ങൾ സമ്പുഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ സഭാസ്റ്റന്റെയും ലിബിയച്ഛന്റെയും ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിലുള്ള ആശംസകളും പ്രാർത്ഥനയും കുടുംബ ജീവിതത്തിൽ നേരുന്നു. ധാരാളമായി കാര്യങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പിതാവിന്റെ പുത്രന്റെയും
ജീവനുള്ള പരിശുദ്ധ പ്രധാനത്തിൽ നാമത്തിൽ ഈ കിരീടങ്ങളും വിവാഹിക്കപ്പെടുന്ന ശിലാസുകളും എന്നേക്കുമായി ആശീർവദിക്കപ്പെട്ട് പൂർണ്ണമാക്കപ്പെടുന്നു. മകുടം കത്തൻ കയ്യാലിറങ്ങി മടവാളനയാചാര്യൻ അണിയിക്കും മകുടം രമ്യം. The Koveno Soe Barishi Ukumur Shafi Eyo Dede Balko Mashiho Bidai Kogaris Ayo Lamishud Masalo Kalso Ari Nor Magudam Kattan Kaya Irangi Manavalaya Jarin Arikyum Magudam Remyum Nityavirundin Adiva Satyamaya Varani Ninyoropam Nyangal Modichidum Sadam നീതിയുടെ കിരീടം അണിയിക്കുകയും അനശ്വരുടെ അലങ്കാരങ്ങൾ അഭിഭൂഷണമാക്കുകയും ശത്രുവിന്റെ സർവശക്തിക്കുമെതിരായ അധികമായ ആയുധം നിന്നെ ധരിപ്പിക്കുകയും ചെയ്യട്ടെ. മോറൻ ബലവാൻ ലോൽവീ. മകുടം കത്തൻ കയ്യാ ഇറങ്ങി മണവാട്ടിയ
അണിയിക്കും മകുടം രമ്യം വൈദിക ശിഷ്മാ ഇന്നും മുടിയാൽ മടവാഞ്ഞം മഴവരയാൽ മടവായിരിക്കും കിലോ മോറാ വൻമായോ സോയാ നോഗേ ലക്കൽ സോയോയേ കിലോ കോഹനോ സോയേ ബ്രിഷോ Shafi Mino Gagadavalko Mashiko Vinay Koganis Ayo Larisho Kalso ഹസനോ വാനിന്നോരു മകുടം കത്തൻ കയ്യാലിറങ്ങി മണവാട്ടിയ ജാര്യൻ അണിയിക്കും മകുടം രമ്യം മണവാളൻ തൻ മകുടം തിരുമുടിയോ ഉപമം മണവാട്ടിയുടെ മകുടം സതിമാറിയോ നീതിയുടെ കിരീടവും അനശ്വരയുടെ മോഹനീയ അലങ്കാരങ്ങളും കർത്താവ് നിന്നെ ധരിപ്പിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി അർപ്പിച്ചുകൊണ്ട് ആയുഷ്കാലമെല്ലാം സന്തോഷിക്കുവാൻ നിനക്ക് സംഗതിയാകട്ടെ. ജീവനുള്ള വിശുദ്ധരുടെ നാമത്തിലും See
മനുഷ്യ ജീവിതത്തിൽ തന്നുവന്ന കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തുഷ്ടനായി നിങ്ങളുടെ ബന്ധത്തെ അനുഗ്രഹിക്കട്ടെ. തന്റെ യഥാർത്ഥ മണവാളത്വത്താൽ നിങ്ങളുടെ മണവാളത്വത്തിന് മുദ്രയിടട്ടെ. മിശിഹാവിന്റെ സഭയിൽ സന്തോഷിച്ച പ്രകാരം നിങ്ങളും അന്യോന്യം സന്തോഷിക്കുവാൻ ഇടയാകട്ടെ. കരുണയുള്ള തന്റെ വല്ലി നിങ്ങളുടെ മേൽ ആവസിച്ച് സകല ഉപദ്രവങ്ങളിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കട്ടെ. സമാധാനം നിങ്ങളോട് ഇരുന്ന് ആകൽക്കസായ ചതിയിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളട്ടെ. മാരകമായ അസൂയയിൽ നിന്ന് ദൈവം നിങ്ങളെ രക്ഷിക്കുകയും പരസ്പരം സന്തോഷിക്കുകയും നിങ്ങൾ ദുഃഖങ്ങൾ നീക്കിക്കളയുകയും ചെയ്യട്ടെ. അബ്രഹാം ഇസഹാക്ക് യാക്കോബിലും യാക്കോബ് യോസേഫിലും സന്തോഷിച്ച പ്രകാരം നിങ്ങളും സന്തോഷിക്കേണ്ടതിന് പുത്ര സന്താനങ്ങളെ കർത്താവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യട്ടെ. നിങ്ങൾ വർദ്ധിച്ചു വരികയും ഭൂമിയെ ഇങ്ങനെ നിറന്ന ലോകയോട് മക്കളോട് കൽപ്പിച്ചുകൊണ്ട് ദൈവം അനുഗ്രഹിച്ച വഴികൾ നിങ്ങളിലും വസിക്കട്ടെ. ദൈവം അബ്രഹാമിനും ഇസഹാക്കിനും യാക്കോബിനും കൊടുത്ത അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ആകാശത്തു നിന്ന് മഞ്ഞും മഴയും ഭൂമി ഉൽപ്പാദിപ്പിക്കുന്ന സർവസൽഫലങ്ങളും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ. എന്റെ പിതാവിന്റെ ദൈവം എന്നെ സഹായിക്കട്ടെ എന്ന് യാക്കോബ് തന്റെ പുത്രനായ യോസേഫിന് നൽകിയ അനുഗ്രഹം നിങ്ങളിലും വസിക്കട്ടെ. ഐശ്വര്യത്താലും സമ്പാദ്യത്താലും സൗഭാഗ്യങ്ങളാലും ദൈവം നിങ്ങളെ സമ്പന്നരാക്കട്ടെ. ഇസ്രായേലിൽ നിന്ന് പുറപ്പെടുവിച്ചു കൊണ്ടുവന്ന മണവാട്ടിയോട് ഉടമ്പടി ചെയ്യുവാൻ സീനായി മലയിൽ ഇറങ്ങി വന്ന നിങ്ങളെ നമ്മുടെ സംഘത്തെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് പിതാവിനും പരിശുദ്ധാത്മാവിനെ സ്തുതിയർപ്പിക്കാം. സുഖകരമാമി യാത്ര
കൃപ ചൊരിയണമേ. നാമം ചൊല്ലി ആശിസേണം തേജോലോകത്തിവരുടെ കാലം വാണാതീരേണം. ഇവരുടെ പാട്ടിടണമേ. പ്രിയ സഹോദരങ്ങളെ, നാമരാമൻ ദൈവഭവനത്തിൽ സന്നിഹിതരായിരിക്കുന്ന ഈ അവസരത്തിൽ വിശ്വാസികളെ ഗുണഘോഷിക്കുകയും നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഇവർ സത്യത്തിലും നീതിയിലും സൽപ്രവൃത്തികളിലും തൽപരരും നല്ല കാര്യങ്ങളിൽ ഉത്സാഹികളും ആയിരിക്കണമെന്ന് ഉറപ്പായി കൽപ്പിക്കുകയും ചെയ്യുക എന്ന ഒരു പാരമ്പര്യം നമുക്കുണ്ട്. ഇത് വിശുദ്ധ പിതാക്കന്മാരിൽ നിന്ന് നാം സ്വീകരിച്ചിട്ടുള്ളതും ബഹുമാന്യരായ പൂർവികന്മാർ നമ്മെ ഫലമേൽപ്പിച്ചിട്ടുള്ളതുമാണ്. മക്കളെ, നിങ്ങളിപ്പോൾ നിൽക്കുന്നത് ദൈവ സന്നിധിയിലും നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ സിംഹാസനമായ ബലിപീഠത്തിന്റെയും സ്ലീബായുടെയും വിശുദ്ധ ഏവങ്കേലിയോന്റെയും ഈ സമൂഹത്തിന്റെയും മുമ്പാകെയാണെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മനോഗതങ്ങൾ അറിയാത്തവന്റെ അല്ല, അറിയുന്നവന്റെ സന്നിധിയിലത്രേ നിങ്ങൾ നിൽക്കുന്നത്. ഇതാ ഇപ്പോൾ മുതൽ ഞാൻ നിങ്ങളെ അന്യോന്യം വരവേൽപ്പിക്കുന്നു. എനിക്കും നിങ്ങൾക്കുമിടയിൽ ദൈവം മധ്യസ്ഥനായിരിക്കട്ടെ. നിങ്ങൾ നിയമവിരുദ്ധമായി എന്തെങ്കിലും ചെയ്യുന്ന പക്ഷം ഞാനതിൽ കുറ്റമില്ലാത്തവനായിരിക്കും. പട്ടക്കാരിലും ശുമാശന്മാരിലും വിശ്വാസികളായ ജനത്തിലും മണവാളനും മണവാട്ടിയിലും ക്ഷണിക്കപ്പെട്ടവരിലും ക്ഷണിച്ചവരിലും ദൈവത്തിന്റെ അനുഗ്രഹങ്ങളും കരുണയും സമൃദ്ധമായി ആവസിക്കുമാറാകട്ടെ. അനുഗ്രഹീതയും ദൈവമാതാവുമായ വിശുദ്ധ കന്യാമറിയാമിന്റെയും നമ്മുടെ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ കൽപ്പനകൾ ആദരിച്ച സകല വിശുദ്ധന്മാരുടെയും പ്രാർത്ഥന മുഖാന്തരം യേശുമിശിഹായുടെ വലതുകൈ നാം എല്ലാവരും എപ്പോഴും വസിക്കുവാൻ ഇടയാകട്ടെ. ആമേൻ. വിശ്വാസികളെ, ഈ അനുശാസനങ്ങൾ നിങ്ങൾ എല്ലാവരോടും കഥാകുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ ഭാര്യയോടുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. എന്തെന്നാൽ അവൾ സ്വജനങ്ങളെ വിട്ട് ഭർത്താവിനോട് യോജിച്ചിരിക്കുന്നു. അതിനാൽ അവൻ അവളെ പ്രീതിപ്പെടുത്തി അവളോട് ദയാപൂർവം വർത്തിക്കണം. സ്വപ്രാണമെന്ന പോലെ അവൻ അവളോട് വർത്തിക്കണം. അവൻ വിശന്നിരുന്നാലും അവൾക്ക് ഭക്ഷണം കൊടുക്കണം. അവൻ ദാഹിച്ചിരുന്നാലും അവൾക്ക് കുടിക്കുവാൻ കൊടുക്കണം. അവളും അവനെ യഥോചിതം പരിചരിക്കുവാൻ കടപ്പെട്ടവളാകുന്നു. സകലത്തിലും സൗഹാർദ്ദത്തോടും സ്നേഹത്തോടും കൂടി അവൾ അവന്റെ അടുക്കൽ പെരുമാറണം. നമ്മുടെ കർത്താവായ മിശിഹായുടെ കൃപ ഞങ്ങളിലും നിങ്ങളിലും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. വാഴ്വായി തീരണമേ മറിയാവിൻ ഓർമ്മ, അവൾ പ്രാർത്ഥനകൾ കാതീശോ ദൈവാവികന്യാമറിയാവിൻ നാരി പരിമള
ഞങ്ങൾ കോപത്തിൽ വഴികളയും ആകാശഭൂമി ആത്മീയമായി ശുശ്രൂഷയിൽ നിങ്ങളോടുകൂടെ സംബന്ധിച്ച് നിങ്ങൾ ഓരോരുത്തരെയും ദൈവമായ കർത്താവാഴ്ത്തിനുഗ്രഹിക്കട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെ മരിച്ചുപോലെയും ആശ്വസിപ്പിച്ച് മുടിപ്പെടുത്തുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായുള്ളവേ, ബലഹീനവും കുറവുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങയുടെ ഉന്നത സിംഹാസനത്തിന് മുമ്പാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീർക്കണമേ. ആബോ റൂഹോ കാന്തീശ പ്രകാശത്തിലെ വിശുദ്ധരോടൊപ്പം ചേർന്ന് കുദാസുകളായി മാറി ഷിജു ജമി രണ്ടുപേരെ എല്ലാവരുടെയും പ്രത്യേകമായിട്ടുള്ള ആശംസകൾ സന്തോഷം. ഈ തിരുക്കർമ്മം ഇവിടെ മനോഹരമായിട്ട് വന്ന് ചേർന്ന് തോമസ് പാലോളെ അച്ഛനും ഇതിനെ താമസിച്ചാണെങ്കിൽ നമ്മുടെ കൂടെ രണ്ടുപേരും നമ്മുടെ കൂടെ ഉള്ള ആൾക്കാരാണ്. താമസിച്ചാക്കുന്നതിൻ്റെ കാര്യം അവരെ സ്കൂളുമായിട്ട് മീറ്റിങ്ങുകൾക്കാരാണ് സ്നേഹത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കരുതലിൻ്റെയും ഭാഗമായി വളരെ മനോഹരമായ ഒരു സന്ദേശം നൽകി ഒരു കാലഘട്ടം മുഴുവൻ ജീവിക്കുവാനുള്ള ഊർജ്ജം അവർക്ക് പകർന്ന് അത്ര മനോഹരമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് നല്ലൊരു സന്ദേശം നൽകി ഈ തിരുക്കർമ്മത്തിൽ ഒന്നും ചേരുകയും ഇവരെ പ്രാർത്ഥിക്കുക അനുഗ്രഹിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അഗസ്റ്റിനും പ്രത്യേകമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയുള്ളത് ഭക്ഷണം ക്രമീകരിച്ചിരിക്കുന്നത് കല്ലറക്കൽ ഓഡിറ്റോറിയം മുക്കട കല്ലറക്കൽ ഓഡിറ്റോറിയത്തിലാണ്. വന്നിരിക്കുന്ന എല്ലാവർക്കും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഈ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പ്രത്യേകമായി നന്ദി പറയുന്നു. ഇനി നിങ്ങളുടെ പ്രാർത്ഥനകൾ തുടരട്ടെ. നമ്മുടെ കുടുംബജീവിതം ഏറ്റവും മനോഹരമായിട്ട് മാതൃകാപരമായിട്ട് ഐശ്വര്യപൂർണ്ണമായിട്ട് സമൃദ്ധിയോടുകൂടി ജീവിക്കാൻ ഈശ്വരൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും നന്ദി പറയുന്നു.